ഹൗ ഓൾഡ് ആർ യുവിന്റെ തമിഴ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴാണ് ചാർലി എന്ന സിനിമയുടെ തമിഴ് മാര, അതിലും അഭിരാമി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തിൽ ചാർലി കണ്ടിരുന്നോ ഈ ക്യാരക്ടറിന് മുൻപ്? അതെയോ? അതെ അതെ, തിയേറ്ററിൽ പോയി തന്നെ കണ്ടതാണ്. കൽപ്പന ചേച്ചി ചെയ്ത ക്യാരക്ടറിനാണ്. അതെ അതെ, അത് ആക്ച്വലി കൽപ്പന ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വളരെയധികം ഇമോഷണലി ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ കൽപ്പന ചേച്ചി മരിക്കുന്നതിന്റെ തലേ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിരുന്നു. ഷീ സച്ച് എ ബ്യൂട്ടിഫുൾ, സച്ച് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി. എപ്പോഴും നമ്മളെ വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്ത് സംസാരിക്കാം, നമ്മുടെ വിശേഷങ്ങൾ ചോദിക്കാം. വെരി പ്ലസന്റ്, എക്സ്ട്രീംലി ടാലന്റഡ്. കോമഡി ആവട്ടെ, സീരിയസ് ആവട്ടെ, എല്ലാ റോളുകളും കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു അവര്. ആൻഡ് അങ്ങനെ സംസാരിച്ച് ആ ഒരു 1 hour ജേർണി പോയത് തന്നെ അറിഞ്ഞില്ല. അടുത്തടുത്ത സീറ്റിലായിരുന്നു ഇരുന്ന് സംസാരിച്ച് പോയി. വൈകുന്നേരം ഹൈദരാബാദിലെത്തി കിടന്നുറങ്ങി അടുത്ത ദിവസം രാവിലെ കേൾക്കുന്ന ന്യൂസ് ആയിരുന്നു ചേച്ചി ഇല്ല എന്നുള്ളത്. ഇത്തിരി ഷോക്കിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ആ പോകുന്നതിന് കുറച്ച് മണിക്കൂറുകൾ മുന്നേ എനിക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ചേച്ചിയുടെ ലാസ്റ്റ് ക്യാരക്ടർ എനിക്ക് അതിന്റെ ഒരു റീമേക്കിന്റെ ഇതിൽ ചെയ്യാൻ പറ്റിയതിൽ ഐ ഫൈൻഡ് അതും ചേച്ചിയുടെ ഒരു ബ്ലെസ്സിംഗ് പോലെ തന്നെ ആയിരിക്കും. അതെ. ആളുകൾ എങ്ങനെയായിരുന്നു ആ സിനിമ റിലീസ് ആയതിനു ശേഷം ആ ക്യാരക്ടറിനെ കുറിച്ചിട്ട് എന്തായിരുന്നു പറഞ്ഞത്? പൊതുവേ ഈ ചാർലിയിൽ കൽപ്പന ചേച്ചിയുടെ ക്യാരക്ടറിന് കിട്ടിയത് അതേപോലെ തന്നെ ആയിരുന്നു അവിടത്തെയും ഫീഡ്ബാക്ക്. ആ ഇതിനകത്ത് അവര് ബോട്ടിൽ കയറുന്നത് തൊട്ട് അവര് വെള്ളം അടിച്ചിട്ട് ആ രാത്രി മുഴുവൻ വെള്ളമടിച്ച് ചെലവഴിക്കുന്നതാണ്. അപ്പം ഓരോ സീക്വൻസ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തോറും അവർക്ക് നല്ല കിറങ്ങി നിൽക്കുകയാണ്. അപ്പം അത് ആ വെള്ളമടിക്കുന്നതിൻ്റെ ആ ഒരു ഇഫക്റ്റ് കാണിക്കുകയും ചെയ്യണം, പക്ഷെ വളരെയധികം ടെൻഡർ ആയിട്ടുള്ള ഇമോഷൻസ് കൈകാര്യം ചെയ്യുകയും ചെയ്യണം. സോ ദാറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഒരു ഇതായിരുന്നു, എനിക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു തന്നെ. ആൻഡ് കൂടെ നിൽക്കുന്നത് വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള ഗുരു സോമസുന്ദരം, മിന്നൽ മുരളിയിലെ വില്ലൻ ഗുരു ആയിരുന്നു എൻ്റെ കൂടെ ഉള്ളത്. പിന്നെ മാഡിയുണ്ട്. രണ്ടുപേരും വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സും ആയിരുന്നു. അഭിരാമി പൊതുവെ എങ്ങനെയാണ് ഈ അംഗീകാരങ്ങൾ എന്ന് പറയുന്നതിൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? അതെയോ അംഗീകാരങ്ങൾ വന്നു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി കൂടും, അതുകൊണ്ട് അത് വേണ്ട, പ്രേക്ഷകരുടെ പിന്തുണ മാത്രം മതി, അങ്ങനെ ചിന്തിക്കുന്ന ആളാണോ? എങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്? അംഗീകാരം എന്ന് പറയുന്ന എല്ലാ ഒരു ആർട്ടിസ്റ്റിനും ഒരു പെർഫോമറിനും വളരെയധികം ഊക്കം തരുന്നൊരു സാധനമാണ്. അത് പ്രേക്ഷകരിൽ നിന്നും കിട്ടുന്ന സ്നേഹം അത് വേറെ. ഒരു അവാർഡ് എന്ന രീതിയിൽ വരുന്നത് അത് ഡെഫിനറ്റ്ലി അത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ്. പീപ്പിൾസ് ചോയ്സ് അല്ലെങ്കിൽ ഒരു വോട്ട് വെച്ചിട്ട് കിട്ടുന്ന അവാർഡാണെങ്കിൽ അതിന് ഡെഫിനറ്റ്ലി ഒരു പ്രാധാന്യമുണ്ട്. ഡെഫിനറ്റ്ലി അങ്ങനെ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വേണ്ടെന്നൊന്നും പറയാൻ പോകുന്നില്ല. എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ച് വീട്ടിൽ വെക്കും. ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്ന പിന്നെ എന്തെങ്കിലും ഒരു വലിയ മാറ്റം നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നതായിട്ട് ഫീൽ ചെയ്തോ? ടെക്നോളജിക്കലി കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ബ്രേക്ക് എടുക്കുന്നതിന് മുമ്പ് വരെ ഫിലിം ആയിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. ആക്ച്വൽ ഫിലിം, മറ്റേ ഒരു ക്ലോത്തിനകത്ത് ഒരാൾ ഇങ്ങനെ മാജിക് ചെയ്യുന്നത് പോലെ എന്തൊക്കെയോ ചെയ്യാം, അത് കഴിഞ്ഞ് പുതിയൊരു റീല് പുറത്തു വരും, അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. സോ അത് കുറെ അധികം വ്യത്യാസമുണ്ട്. പിന്നെ ചെയ്ത ഷോട്ട് ഉടനെ തന്നെ മോണിറ്ററിൽ പോയി കാണാൻ പറ്റുക, ആ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ഫസ്റ്റ് അപ്പോത്തിക്കിരി ചെയ്യുമ്പോഴത്തേക്കും ദാറ്റ് വാസ് ന്യൂ ഫോർ മീ. നമ്മൾ ടി വിയിൽ കാണുമ്പോൾ നമ്മുടെ ക്യാമറ പേഴ്സണെ വിശ്വസിച്ച എല്ലാം നന്നായി വന്നു എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം ശരിക്കും നമ്മൾ സ്ക്രീനിൽ കാണുന്നത് തന്നെ ഉടനെ കാണാൻ പറ്റുന്നുണ്ട്, ഒരു ഇമീഡിയറ്റ് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഐ തിങ്ക് സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒരു സ്റ്റൈലും കുറെ മാറിയിട്ടുണ്ട്, എസ്പെഷ്യലി മലയാളത്തിൽ. ലൊക്കേഷനിലുള്ള ആ ഒരു ആംബിയൻസിന് വ്യത്യാസം വന്നതായിട്ട് തോന്നുന്നു. ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ട്. അത് ഐ എം നോട്ട് റിയലി ഷുവർ ഇറ്റ്സ് എ ഗുഡ് തിങ്. യെസ്, അത് ഒരുപാട് പേര്, അതായത് ഇവിടെ വന്ന നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, ഇപ്പൊ മേനക ചേച്ചി ആണെങ്കിലും അംബിക ചേച്ചി, മല്ലിക ചേച്ചി, എല്ലാരും പറയുന്നത് ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അടിപൊളി. അതെ അതെ, ഒരു മരം ഉണ്ടെങ്കിൽ അതിന്റെ കീഴിലായിരിക്കും എല്ലാവരും. വേറെ ക്യാരവാനും വാനിറ്റി ഒന്നും വേണ്ട. പക്ഷെ അത് പറയുമ്പോഴത്തേക്കും എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഉള്ളത്, എസ്പെഷ്യലി സ്ത്രീകൾക്ക് ഇപ്പം ഒരു ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ വയലിൻ്റെ നടുക്കൊക്കെ ഷൂട്ടിംഗ് ആണെങ്കിൽ അവർക്ക് ബാത്റൂം പോകാനുള്ള ഫെസിലിറ്റീസ് പോലും ഉണ്ടാവാറില്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ ക്യാരവാൻ ഉള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. കുറച്ച് പ്രൈവസിയും കുറച്ച് സേഫ്റ്റിയുടെ കാര്യങ്ങളിലെല്ലാം നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ക്യാരവാൻ ഉണ്ട് എന്നതുകൊണ്ട് ആ കോൺവെർസേഷൻസും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അവരുടേതായിട്ട് ഒരു പേഴ്സണൽ സ്പേസ്, മൊബൈൽ, റീൽസിലേക്കൊക്കെ ഒതുങ്ങി കോൺവെർസേഷൻസ് കുറവാണ്.